ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 150 cc വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ നിലവിൽ നമ്മളുണ്ടല്ലോ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ, സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റി വർക്ക് ചെയ്ത് പോയതാണ്. അതിനിടയിൽ വീണ്ടും ഇപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ ചെന്നടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നായിരുന്നു. അതിനുശേഷം വന്ന് നമ്മൾ ആ കംപ്ലയിൻറ്റ് എന്തുകൊണ്ടാണ് കാണിച്ചതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, പ്ലഗിൻ്റെ ഭാഗം നോക്കി, കറണ്ടിൻ്റെ യൂസൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ടാണ് അതിനകത്ത് നിൽക്കുക. എഞ്ചിൻ ഓയിൽ ശരിക്കും ഫുള്ളായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിലിനകത്തേക്ക് പെട്രോൾ മിക്സ് ആയേക്കാണ്. പെട്രോൾ മിക്സ് ആവാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കാർബറേറ്റർ ഓവർഫ്ലോ ആയി കഴിഞ്ഞപ്പോൾ ഈ പൈപ്പിലേക്ക്, എയർ ഫിൽട്ടർ ബോക്സിലേക്ക് പെട്രോൾ പോയിട്ട് ഈ പൈപ്പിൽ കൂടെ എഞ്ചിൻ്റെ ബ്രീത്തർ പൈപ്പ് വഴി എഞ്ചിനിലേക്ക് പെട്രോൾ ഇറങ്ങിയായിരുന്നു. അതാണ് സംഭവിച്ചേണ്ട കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഓവർഫ്ലോ ആയപ്പോഴാണ് നമുക്ക് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നപ്പോഴാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചേക്കണത് വണ്ടി. അപ്പം നിലവിൽ നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പറയാൻ കാരണം വെച്ചാൽ കണ്ടോ, വെറുതെ വെള്ളം പോലെ കിടക്കുക ഓയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ മിക്സ് ആയേക്കണ കാരണം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണത്. പെട്രോൾ ഇപ്പോൾ ഇതെന്തെങ്കിലും ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി കളയണം. അതുപോലെ തന്നെ നമുക്ക് ബ്രീത്തർ പൈപ്പിലേക്കുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി ഇടാം. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് അതിനകത്തേക്ക് പെട്രോളൊന്നല്ല, വെള്ളത്തിൻ്റെ അംശം ഒന്നും ചെല്ലാൻ പാടില്ല. ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് എയർ എടുക്കുകയും പോവുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പാണത് കേട്ടോ. അത് നോക്കി ഞാൻ ക്ലിയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതെന്തെങ്കിലും മാറ്റണം, എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറണം കേട്ടോ. അതേപോലെ തന്നെ പ്ലഗിൻ്റെ അഡാപ്റ്റർ നമുക്ക് ഓൾറെഡി ഇതും ഉണ്ടായില്ലായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ആ പ്ലഗ് അഡാപ്റ്റർ കൊണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ കാർബറേറ്റർ ഓവർഫ്ലോ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തുകൊണ്ടാണ് വന്നേക്കണതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് പറയാം കേട്ടോ. അതാണ് നിലവിൽ കംപ്ലയിൻറ്റ്. അതല്ലെങ്കിൽ പിന്നീട് വരാനായിട്ട് പിന്നെ ഒരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ CD യൂണിറ്റിൻ്റെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്ന ഒരു CDA എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് യൂണിറ്റ് ഉണ്ട്, ഈ സീറ്റിൻ്റെ ഉള്ളിൽ വരാം. ഇതിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കും. പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഇന്നലെ വന്ന് സ്പോട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴായാലും നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ വന്ന് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, എടുത്തു കൊണ്ടുവന്നു. ഇന്നായാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും വണ്ടിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും കാണിക്കണില്ല. പിന്നെ ആ കൂടിയുള്ളൊരു കംപ്ലയിൻറ്റാണ് ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള ഓവർഫ്ലോൻ്റെ ഒരു പ്രോബ്ലം വന്നത്. കൂടുതൽ പെട്രോൾ ചെന്നാലും എഞ്ചിനിൽ കത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഓയിൽ മാറ്റാം. അതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ എന്നുള്ളത് വെച്ചിട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, നമുക്ക് ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും ആ പ്ലഗ് അഡാപ്റ്ററൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അത് നോക്കിയിട്ടുള്ള എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണേ. എന്തായാലും വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് തരാം വണ്ടി കേട്ടോ.